ഒക്ടോബർ 25, 29-ാം ആഴ്ചയിലെ ശനിയാഴ്ച. ലൂക്ക 13, 1 മുതൽ 9 വരെ വാക്യങ്ങൾ. മുൻകാലങ്ങളിൽ ശാരീരിക കഷ്ടപ്പാടുകൾ നമ്മുടെ പാപങ്ങൾക്കുള്ള ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയാണെന്ന് പലരും കരുതിയിരുന്നു. ഇന്നും അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ആ ആശയം ഇല്ലാതാക്കുന്നു. എന്നാൽ നാം മാറുകയും നല്ല ജീവിതം നയിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുമെന്ന് അവിടുന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പരിവർത്തനം എന്നത് ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. നിരവധി പരിവർത്തനങ്ങളുടെ കൃപയ്ക്കായി നാം പലപ്പോഴും പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പാപത്തിൻ്റെ നേരിട്ടുള്ള ഫലമാണ് കഷ്ടപ്പാട് എന്ന ആശയം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും നീതിയെയും തെറ്റിദ്ധരിക്കുന്നതിന് സമാനമാണ്. ദൈവം സ്നേഹവാനായ ഒരു പിതാവാണെന്നും തൻ്റെ മക്കളെ അവരുടെ തെറ്റുകൾക്കോ അനുസരണക്കേടിനോ ശിക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികാരദാഹിയായ ന്യായാധിപനല്ലെന്നും യേശു പഠിപ്പിക്കുന്നു. ദൈവം ശിക്ഷയായി കഷ്ടപ്പാട് വരുത്തുന്നില്ല. പകരം എല്ലാ ആളുകളും ദൈവം മുമ്പാകെ പാപികളാണെന്നും മാനസാന്തരവും കരുണയും തുല്യമായി ആവശ്യമുള്ളവരാണെന്നും യേശു ഊന്നിപ്പറയുന്നു. മാനസാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളതല്ലാത്ത എല്ലാത്തിൽ നിന്നും പിന്തിരിയുക എന്നാണ്. ഇന്നത്തെ വായനയിൽ യേശു തൻ്റെ ശ്രോതാക്കളോട് ഒരു മനുഷ്യൻ തൻ്റെ തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷത്തിൻ്റെ ഉപമ പറയുന്നു. ആ മനുഷ്യൻ ഫലം പറിക്കാൻ വന്നപ്പോൾ ഒന്നും കാണുന്നില്ല. മരം ഫലം കായ്ച്ചിരുന്നില്ല. അത്തിമരത്തെ പോലെ നമ്മുടെ ജീവിതവും തരിശാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഫലം കായ്ക്കാൻ കുറച്ചുകൂടി സമയം ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഉദാരമായി സ്വയം നൽകുന്ന ഒരു ഫലവൃക്ഷമാകാൻ എനിക്ക് എന്ത് പോഷണം ആവശ്യമാണ്? ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? രുചികരമായ ഫലമാണോ കായ്ക്കുന്നത്? അതോ എൻ്റെ ഫലം ചെറുതും രുചിയില്ലാത്തതുമാണോ? ഞാൻ സമൃദ്ധമായ വിളവാണോ അതോ തുച്ഛമായ വിളവാണോ ഉൽപ്പാദിപ്പിക്കുന്നത്? എൻ്റെ ജീവിതത്തിലും ഞാൻ പരിചയപ്പെടുന്ന ആളുകളുമായി എൻ്റെ ഫലങ്ങൾ ഞാൻ പങ്കിടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫലങ്ങൾ ചെറുതോ നിസ്സാരമായി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നിരുന്നാലും പലപ്പോഴും ഒരു ലളിതമായ ദയാപ്രവൃത്തി നിങ്ങളുടെ ദയ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒരു സ്നേഹനിധിയായ സമ്മാനമായിരിക്കാം. ഇന്ന് നിങ്ങൾ ഫലം കായ്ക്കുന്ന വൃക്ഷമാണെന്ന് വിശ്വസിക്കുക. മറ്റുള്ളവർ നിങ്ങളുമായി പങ്കിടുന്ന ഫലങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഗോവ.